ഹലോ, ഇന്ന് ഞാൻ അടിപൊളിയായിട്ടൊരു മോഡേൺ കിച്ചൺ സെറ്റ് കാണിച്ചു തരാം. ഇത് പൈപ്പിൽ നിന്നൊക്കെ വെള്ളം വരും, അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ എൻ്റെ കൊച്ചുണ്ടാപ്പി ഇവിടെ നിന്നുണ്ടായിട്ടില്ല. ഓള് വന്നിട്ട് അത് ഉരുട്ടി കളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ ഞാനൊരു സൈഡിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഓൺലൈനിലല്ലാണ്ട് ഷോപ്പിൽ നിന്ന് ഈ ഒരു ചെറിയ റേറ്റിൽ നിങ്ങൾക്കിത് കിട്ടില്ല. ഇതിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളിതെല്ലാം എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. നമുക്കിതൊന്ന് ആദ്യം സെറ്റ് ചെയ്തെടുക്കാം. ഇതിൽ ബാറ്ററി ഇട്ടാൽ മറ്റേ തിളക്കുന്ന സൗണ്ടൊക്കെ കേൾക്കും. അപ്പോൾ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. സാധനങ്ങളൊക്കെ പുറത്തെത്തിയാൽ പിന്നെ കൊച്ചുണ്ടാപ്രി അത് കയറി എടുത്ത് കൊണ്ടുപോകും. അങ്ങനെ കയ്യിൽ കിട്ടിയൊരു കോലെടുത്തിട്ട് ഓൾ കൈമിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കുറച്ച് ടൈം കളിക്കുന്നുണ്ട്. ആ ടൈമിൽ നിങ്ങൾക്കിതൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മളിത് എവിടെ നോക്കിയാൽ സെറ്റാക്കുന്നത് വെച്ചാൽ ആ ബോക്സിൽ കൊടുത്തിട്ടുള്ള പിക്ചേഴ്സ് നോക്കിയിട്ടാണ് ഓരോന്നും വെച്ച് സെറ്റാക്കുന്നത്. ഇത് സെറ്റാക്കി എടുക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ, അത്ര വലിയ പണിയൊന്നുമില്ല. പിന്നെ ബാക്കി വരുന്നത് ഇത്രയും ഐറ്റംസ് ആട്ടോ. പിന്നെ ആ പൈപ്പാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. ആ പൈപ്പ് പ്രസ് ചെയ്യുമ്പോൾ അതിൽ വെള്ളം വരും. അതൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെടും. ഈ ഒരു കോലിൻ്റെ ഉള്ളിൽ ഈ ഒരു സംഭവം കൂടി കയറ്റിയിട്ടൊന്ന് താത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് പൈപ്പ് ഫിറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ ഉണ്ടായ പാത്രങ്ങളെല്ലാം നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് നമുക്കിതിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാനുണ്ട്. അതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ടാബ് കണക്കത്തെ ഒരു സ്ലൈറ്റ് വരുന്നുണ്ട്. നമുക്കിതിൽ മെനു ഒക്കെ എഴുതി കൊടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ചോക്കൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റിക്കേഴ്സും അതിൻ്റെ കൂടെ 2 ബോക്സൊക്കെ ഉണ്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ലാസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം ബാക്കിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെവിടെ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെ അറിയുന്നുണ്ടായിട്ടില്ല. ലാസ്റ്റ് നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇതായിരുന്നു ആദ്യം ഫിറ്റ് ആക്കേണ്ടത്. നമ്മളിതിപ്പോൾ അവസാനമാണ് ഫിറ്റാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ബോക്സിൻ്റെ താഴെ തന്നെ സെറ്റാക്കി കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ വേഗം മുകളിലുള്ള പിക്ചറൊക്കെ ഫിറ്റാക്കി. കുഴപ്പമില്ല, എന്തായാലും നമ്മൾ സെറ്റാക്കി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബാറ്ററി വാങ്ങിയിട്ട് അതിലൊന്ന് ഫിറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് വർക്കാകുന്നത് നോക്കാം. ഈ വെള്ളമൊക്കെ തിളക്കുന്നില്ലേ, ആ ഒരു സൗണ്ടാണ് കേട്ടോ ഇന്ന് കേൾക്കുന്നത്. പൈപ്പ് വർക്കാകുന്ന എങ്ങനെയാണ് ലാസ്റ്റ് കാണിച്ചു തരാം. അതിന് മുമ്പ് പിന്നെ കിട്ടിയിട്ടുള്ള ബോക്സെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബോക്സിലുള്ള പിക്ചർ നോക്കിയിട്ടാണ് കേട്ടോ എല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി പച്ചക്കറിയെല്ലാം നമ്മൾ ആ കൊട്ടയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കവറിലത് സെറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു സാധനം ഇവിടെയായിരുന്നു വെക്കേണ്ടത്. ആ പാക്കറ്റിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമ്മളത് കണ്ടിട്ടില്ല, ലാസ്റ്റാണ് കണ്ടത്. അപ്പം ആ സ്റ്റിക്കർ അവിടുന്ന് പറിച്ചിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മെല്ലെയാണ് കേട്ടോ പറിച്ചെടുക്കുന്നത്. അങ്ങനെ അത് തിരിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ബോട്ടിലിൻ്റെ താഴ്ഭാഗം കുറച്ച് പൊന്തിയുണ്ട്. അത് വെക്കുമ്പോൾ ശരിക്കും നിൽക്കുന്നുണ്ടായിട്ടില്ല. ഒന്ന് വെക്കുമ്പോൾ ഒന്ന് വെക്കും, ഒന്ന് വെക്കുമ്പോൾ ഒന്ന് പോവും. അതായിരുന്നു അവസ്ഥ ഉണ്ടായത്. അങ്ങനെ അതവിടെ സെറ്റാക്കി പിന്നെ സ്പൂണും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ തട്ടാണ്ട് മുട്ടാണ്ട് നമ്മളതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മുകളിലുള്ള ഭാഗം മാത്രമേ ഇത്ര പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയൊന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ആ ഗ്യാസിന് നമുക്ക് ഓയിലാക്കി കൊടുക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു സിറിഞ്ച് ഉണ്ട്. അങ്ങനെ ഞാൻ തോന്നുന്നു അതായിരിക്കും. ഓക്കെ. പിന്നെ അധികമായിട്ട് വന്ന കുറച്ച് സാധനമെല്ലാം ഞാനൊരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുന്നുണ്ട്. പിന്നെ പ്ലേറ്റ് വെക്കാനായിട്ട് വേറൊരു സ്ഥലമുണ്ട് കേട്ടോ. പൈപ്പിൻ്റെ അടുത്ത് ഞാൻ പിന്നെയാണത് ശ്രദ്ധിച്ചത്. പിന്നെ നമ്മുടെ കുട്ടി ബോർഡിൽ എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ക് ഉണ്ട്. ഇതിൽ വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ കിച്ചണിൽ പോയിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ വെള്ളം നിറച്ചിട്ടാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത് താഴെയായിട്ട്. പിന്നെ അതിന് ഹൈറ്റ് കുറവായതുകൊണ്ട് ഒരു ടയറിൻ്റെ പീസ് എടുത്തിട്ട് അവിടെ വെച്ചിട്ട് ഒന്ന് ഹൈറ്റ് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ആ പൈപ്പിൻ്റെ ബേക്കിലുണ്ടായ ഒരു സ്വിച്ച് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ആദ്യം നോക്കിയിട്ടൊന്നും വരുന്നുണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഞാനെല്ലാം ഊരിയിട്ട് ആ പൈപ്പിലേക്കൂടെ വായി വെച്ചിട്ട് ഊതിക്കൊടുത്ത് പിന്നെ അങ്ങനെ സെറ്റാക്കിയപ്പോഴാണ് വെള്ളം വരാൻ തുടങ്ങിയത്. പൈപ്പിലേക്കൂടി അല്ല, താഴെയുള്ളൊരു ട്യൂബില്ലേ അതിലേക്കൂടിയാണ് വായി വെച്ചിട്ട് ഊതിയത്. അപ്പോൾ പിന്നെ സെറ്റായി. നമ്മളിവിടുന്ന് പ്രസ് ചെയ്യുമ്പോൾ വെള്ളം വരും കേട്ടോ. വെള്ളം വരുന്നതാണ് എന്ത് രസമല്ലേ. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ ഇത്. ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത്. എന്തായാലും ഓഫറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ഇത് വാങ്ങി വെച്ചോ. പിന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.